അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പല ആഗ്രഹങ്ങളുമുള്ളവരാണല്ലേ. നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ സങ്കടത്തോടെ പറയാറില്ലേ? പക്ഷേ നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ അർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാറുണ്ടോ? ഇല്ലെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയുണ്ട്. ഇന്ന് നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. അത് മറ്റൊന്നുമല്ല, നാം ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ അള്ളാഹുവിനോട് അർത്ഥിക്കുന്നത്, അതേ ആവശ്യങ്ങളുമായി, അതേ പ്രതിസന്ധിയുമായി നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു പരിഗണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കൂ. മൻ ദഅ ലി അഖീഹി ബിൽളഹിരിൽ ഗൈബ്. ആരെങ്കിലും തൻ്റെ ഒരു സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവൻ്റെ ദുഃഖങ്ങൾ അകലാൻ, അവൻ്റെ കടബാധ്യത വീട്ടിക്കൊടുക്കണേ എന്ന്, അവൻ്റെ മകളുടെ വിവാഹം ഭംഗിയായി നടത്തി കൊടുക്കണേ എന്ന് അവൻ ദുആ ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ഒരു മനസ്സ് നാം കാണിച്ചാൽ, അള്ളാഹുവിൻ്റെ ദൂതർ പറഞ്ഞു, ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസിൽ. ഈ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിക്കാനും ഇതിന് ആമീൻ പറയാനും ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹുവേ, ഇവൻ ആ വ്യക്തിക്ക് വേണ്ടി എന്തൊക്കെ നന്മകൾ ചോദിച്ചോ അതെല്ലാം ഈ ചോദിച്ച വ്യക്തിക്ക് നീ നൽകണമേ എന്ന് മലക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന്. അതുകൊണ്ട് നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ ദുആ ചെയ്യുമ്പോൾ പ്രധാനമായും അവർ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി അവർ ദുആ ചെയ്യും. മഹാനായ ഇമാം നവവി റഹിമഹുല്ല പറയാറുണ്ട്, വകാന ബഅദു സലഫ്, നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ, ഇദാ അറാദ അൻ യദ്ഉ ലിനഫ്സിഹി, തനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആദ്യം യദ്ഉ ലി അഖീഹിൽ മുസ്ലിമി ബിതിൽക ദഅവ, തനിക്ക് ആവശ്യമുള്ള അതേ കാര്യങ്ങൾ തൻ്റെ ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് വേണ്ടി അവർ ദുആ ചെയ്യും. അത് പ്രധാനപ്പെട്ടൊരു മാർഗമാണ്, ഏറ്റവും നല്ല ഒരു ഐഡിയയാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു പരിഗണിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം. ലിഅന്നഹ തുസ്തജാബ്, അങ്ങനെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുകയും അതിന് പരിഹാരം നൽകുകയും ചെയ്യുമെന്നാണ്. എല്ലാവരെയും അള്ളാഹു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.